ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവ, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. എനിക്ക് ശിവേട്ടനെ കാണണം വെച്ച്. കാണാവല്ലോ, നമുക്ക് എല്ലാവർക്കും കാണാം. ആ ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നിച്ചു കയറി കാണരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. നിർമ്മലെ, നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിനേക്കാളും 10 മടങ്ങ് ആ കുട്ടി ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട്. അത് കണ്ടില്ല എന്നടിച്ച് തള്ളിക്കളയാൻ നമുക്കാവൂ? അവൾ ഇത്രയും നാളും വീട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നമ്മുടെ മകന്റെ പിന്നാലെ നടന്നില്ലേ? ആ സ്നേഹം എങ്ങനെയാ നമുക്ക് കണ്ടില്ല എന്നടിക്കാനാവുന്നത്? അവൾ അത്രത്തോളം നമ്മുടെ മകനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ആ ഇഷ്ടം നമുക്ക് പുറത്തു നിന്ന് നോക്കിക്കാണാം. ചിലപ്പോ സർവേശ്വരന്റെ അനുഗ്രഹത്തിൽ നമ്മുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇതൊക്കെ നമ്മളെ കാണിക്കാനാണെങ്കിലോ? അപ്പൊ എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി ഉറപ്പിച്ച മട്ടാണല്ലേ? ഇതുവരെ നമ്മളെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തതല്ലേ? ഇതും അങ്ങനെ വിട്ടുകൊടുക്കാം. എല്ലാം സർവേശ്വരൻ തീരുമാനിക്കട്ടെ. എന്ത് കിടപ്പാടായി കിടക്കുന്ന, കണ്ടിട്ട് ചങ്ക് പൊട്ടുക. 2 വാക്കെങ്കിലും പറയടാ, ഇല്ലെങ്കിൽ ആ കൈയെടുത്തൊരടിയെങ്കിലും താ. ആണായി പറഞ്ഞവനാന്നൊക്കെ ഏത് സമയത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ലേ നീ? ശിവോഹം. എന്നിട്ടാണോടാ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നെ? പറ, എപ്പോഴാടാ നമുക്കൊന്ന് ചുറ്റാൻ പോകേണ്ടത്? പറയടാ. നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുമ്പോ ഞാൻ കാണുന്നത് ചുറ്റുപാടല്ല, ഈ ലോകം തന്നെയാ. നീ എനിക്ക് മാത്രമായിട്ട് നേടിത്തന്ന ഈ വലിയ ലോകം. ഇതില് വേറെ ആരുമില്ല, നമ്മൾ 2 പേരും മാത്രം. പരസ്പരം വഴക്കടിച്ചും സ്നേഹിച്ചും സ്നേഹം പങ്കിട്ടും നമ്മളിങ്ങനെ ജീവിക്കും. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിക്കും. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയടാ ശിവ.